പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSൻ്റെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് 31/8/2024 പ്രസിദ്ധീകരിക്കേണ്ടത്. കോളേജ് ജോയിനിങ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ഘട്ടത്തിലാണ്. 6/9/2024 വരെയാണ് കോളേജ് ജോയിനിങ് എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. കോളേജ് ജോയിനിങ് സമയത്ത് എത്ര ഫീസാണ് ഓരോ വിഭാഗങ്ങൾക്കും ഗവൺമെൻറ് കോളേജിലും സെൽഫ് ഫിനാൻസ് കോളേജിലും വരിക, അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകളാണ് നിങ്ങൾ നൽകേണ്ടി വരിക എന്നീ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചൊരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ജോയിനിങ് സമയമാകുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതുമായിരിക്കും. ഇനി പല വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു സംശയമാണ്, കോളേജ് ജോയിനിങ് നിർബന്ധമുള്ള കാര്യമാണോ എന്നുള്ളത്. സാധാരണ വർഷങ്ങളിൽ LBSൽ നിങ്ങൾ കോളേജുകളിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും പിന്നീട് വരാൻ പോകുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സീറ്റുകൾ ലഭിച്ചിരിക്കുന്ന ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ ലഭിച്ചിരുന്ന സീറ്റുകൾ നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജുകളിൽ ലഭിക്കുകയാണ് എങ്കിൽ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു ജോയിൻ ചെയ്യാതെ പോവുകയാണ് എങ്കിൽ പിന്നീട് ആ വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റുകളിലൊന്നും പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തി കോളേജുകളിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അവർ നൽകിയിട്ടുള്ള ഫീസ് ഈ ഒരു LBSൻ്റെ അഡ്മിഷൻ്റെ അവസാന ഘട്ടത്തിൽ തിരികെ തരുന്നതായിരിക്കും. അത്തരത്തിൽ ഉള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പിന്നീട് ഈ ഒരു വെബ്സൈറ്റിൽ ബാങ്ക് ഡീറ്റെയിൽസുകൾ നൽകാനുള്ള ഒരു ലിങ്ക് വരുന്നതായിരിക്കും. ആ സമയത്ത് ബാങ്ക് ഡീറ്റെയിൽസുകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകൽ നിർബന്ധമുള്ള കാര്യമാണ്. തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയ ശേഷമാണ് കോളേജുകളിലേക്ക് പോയിട്ട് ജോയിൻ ചെയ്യേണ്ടത്. അങ്ങനെ ആ ഒരു സമയത്താണ് വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് സമയത്താണ് വെബ്സൈറ്റിൽ നിന്ന് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുക. ഇപ്പോൾ വെബ്സൈറ്റിൽ അലോട്ട്മെൻറ്റ് മെമ്മോ റിലീസ് ചെയ്തിട്ടില്ല. തേർഡ് അലോട്ട്മെൻറ്റിൽ കോളേജ് ജോയിനിങ് സമയമാകുമ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള കാര്യം വിശദീകരിക്കപ്പെടുന്ന ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. തേർഡ് അലോട്ട്മെൻറ്റ് ഘട്ടത്തിലേക്ക് പുതിയതായിട്ട് 5 കോളേജുകൾ കൂടി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള അവസരം നൽകിയിരുന്നു. 5 കോളേജുകൾ, 2 തിരുവനന്തപുരത്തും 2 കോട്ടയത്തും 1 മലപ്പുറത്തുമായിരുന്നു. ആ ഒരു കോളേജുകളിലേക്ക് ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതിലേക്ക് കൂടി അവസരം ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിലവിൽ CPASൻ്റെ 350ഓളം സീറ്റുകൾ വരുന്ന കോളേജുകളിലേക്ക് ഇതുവരെയും LBS അലോട്ട്മെൻറ്റ് നടത്തിയിട്ടില്ല. ഇതിൻ്റെ പുറമെ പല കോളേജുകളും ഇനിയും അപ്രൂവ്ഡ് ലിസ്റ്റിൽ വന്നിട്ടില്ല. അത്തരം കോളേജുകൾ കൂടി അപ്രൂവ്ഡ് ലിസ്റ്റിൽ വരികയാണ് എങ്കിൽ അതിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. അത് മിക്കവാറും സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് സമയത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള സീറ്റുകളിലേക്കെല്ലാം വിദ്യാർത്ഥികൾക്ക്, നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ താല്പര്യമുള്ള കോളേജിലേക്ക് ലഭിക്കണമെന്ന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുമുള്ള അവസരമാണ്. ഇതുമായെല്ലാം ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ അടങ്ങിയിട്ടുള്ള വീഡിയോകളൊക്കെ ചാനലിൽ വരുന്നതായിരിക്കും. വീഡിയോ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.